शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिविध्यानगम्यं वन्दे विष्णुं भवेकरं सर्वलोकैकनाथं। ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് നാം ചിന്തിക്കാൻ തുടങ്ങിയിരുന്നത്. വേദമൂർത്തികൾ പ്രാർത്ഥന തുടർന്നു. പ്രിയപ്പെട്ട ഭഗവാനെ, എല്ലാ വീക്ഷണങ്ങളും പരിശോധിക്കുമ്പോൾ തന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരുവനെ ആരാധിക്കേണ്ടി വരുമ്പോൾ സൽഭാവത്തിൻ്റെ പേരിൽ ഒരുവൻ അങ്ങയുടെ പാതാരബിന്ദങ്ങളെ ആരാധനയിൽ തന്നെ ഉറച്ചു നിൽക്കണം. കാരണം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള നിയന്താവ് അങ്ങാണ്. ഭൂർ, ഭുവർ, സ്വർ എന്നീ 3 ലോകങ്ങളുടെയും നിയന്താവ് അവിടുന്ന് മാത്രമാണ്. 14 ലോകങ്ങളുടെയും ഭൗതിക ത്രിഗുണങ്ങളുടെയും നിയന്താവും അങ്ങ് തന്നെയാണ്. ദേവന്മാരും ആധ്യാത്മിക ജ്ഞാനത്തിൽ പുരോഗതി നേടിയവരും അങ്ങയുടെ അതീന്ദ്രിയ ലീലകളെക്കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ സദാ വ്യാപൃതരാണ്. കാരണം പാപകർമ്മങ്ങളുടെ സഞ്ചിത ഫലങ്ങളെ നിശൂന്യമാക്കാനുള്ള സവിശേഷമായ കഴിവ് ഇതിനുണ്ട്. വാസ്തവത്തിൽ ബുദ്ധിമാന്മാർ അവിടുത്തെ അമൃത സമാനമായിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ മഹാസാഗരത്തിൽ ഒന്ന് മുങ്ങുകയും അവയെക്കുറിച്ച് ക്ഷമാപൂർവം കേൾക്കുകയും ചെയ്തു. ഇങ്ങനെ അവർ തൽക്ഷണം ഭൗതിക ഗുണങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തരാകും. ആധ്യാത്മിക ജീവിതത്തിൻ്റെ പുരോഗതിക്കായിക്കൊണ്ട് അവർ കഠിനമായിട്ട് തപോ അനുഷ്ഠാനങ്ങൾ നടത്തേണ്ടതില്ല. അവിടുത്തെ അതീന്ദ്രിയ ലീലകളെക്കുറിച്ചുള്ള കീർത്തനവും ശ്രവണവുമാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള എളുപ്പവഴി. അതീന്ദ്രിയ സന്ദേശത്തെ ശ്രവണത്തിൽ വിധേയഭാവത്തോടെ സ്വീകരിക്കുന്നതിലൂടെ മലിനവസ്തുക്കളിൽ നിന്ന് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. ഇങ്ങനെ ഭക്തഹൃദയത്തിൽ കൃഷ്ണ അവബോധം സുസ്ഥിരമായി പ്രതിഫലിക്കുന്നു. ഇവിടെ ഭഗവാന്റെ കഥകൾ കേട്ട് 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 നമ്മൾ ജപതപാദികൾ ചെയ്യുന്നതിലും നല്ലത് ആ ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് ഭഗവാനെ സ്തുതിക്കുകയും കീർത്തനം ചെയ്യുകയും ഭഗവാനെ പറ്റി പരസ്പരം സത്സംഗത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പം അതാണ് ഏറ്റവും ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്നത് എന്ന് പറയാൻ കാരണം, നമ്മുടെ ഈ പുരാണ പാരായണത്തിലൂടെയോ സത്സംഗത്തിലൂടെയോ നമ്മൾ ഭഗവാനെ പറ്റി കേൾക്കുന്ന വാക്കുകൾ, കഥകൾ, ഇത് നമ്മളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും നമ്മുടെ മനസ്സിൽ തറയ്ക്കാൻ ഇടവന്നു കഴിഞ്ഞാൽ, അത് പ്രത്യേകമായിട്ട് ഗ്രാഫ് ചെയ്യാൻ ഇടവന്നു കഴിഞ്ഞാൽ അതേപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അതിൽ നിന്ന് ചിലതൊക്കെ കണ്ടെത്താൻ സാധിക്കും. അത് നമ്മുടെ അനുഭവങ്ങളിലൂടെ പ്രായോഗിക തലത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത്രയധികം അത് സ്വാധീനം ചെലുത്തും ജീവിതത്തിൽ എന്ന് വരുമ്പോഴാണ് ശരിക്കും ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്തുക. യാന്ത്രികമായിട്ട് നാമം ജപിക്കുന്നതിലും യാന്ത്രികമായിട്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതും അഥവാ വേദവൈദിക കർമ്മങ്ങൾ ചെയ്യുന്നതിലും ശ്രേഷ്ഠം ഭഗവാനെ കീർത്തിക്കുകയാണെന്ന് വേദമൂർത്തികൾ തന്നെ പറയുന്നു. പരമപുരുഷനെ കുറിച്ചുള്ള ശ്രവണം, കീർത്തനം എന്ന പ്രക്രിയയാണ് പരമോന്നതമായ മതാനുഷ്ഠാന കർമ്മം എന്ന പ്രാമാണികമായിട്ട് ഭീഷ്മദേവനും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പരമ ദിവ്യോത്തമ പുരുഷനെ ആരാധിക്കുന്നതാണ് വൈദിക അനുഷ്ഠാനങ്ങളുടെ അന്തസത്ത എന്ന തൈത്തിരീയോപനിഷത്തും പ്രഖ്യാപിക്കുന്നുണ്ട്. ഭഗവാനെ ഭക്തിയുത സേവനത്തിൻ്റെ ഈ പ്രക്രിയയിലൂടെ, വിശേഷിച്ച് ശ്രവണ കീർത്തനങ്ങളിലൂടെ സ്വയം ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ വളരെ വേഗം ഈ ഭൗതിക ജീവിതത്തിൻ്റെ ദ്വന്ദ്വങ്ങളുടെ പിടിയിൽ നിന്ന് മുക്തനായി തീരും. തപോ അനുഷ്ഠാനങ്ങളുടെ ഈ സരളമായ പ്രക്രിയ കൊണ്ട് ഹൃദയസ്ഥിതനായിരിക്കുന്ന പരമപുരുഷൻ, പരമപൂമാൻ അത്യന്തം സംതൃപ്തനായി തീർന്ന് സ്വഗ്രഹത്തിലേക്ക്, അതായത് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഇന്ദ്രിയങ്ങളെയും കർമ്മങ്ങളെയും വ്യാപരിക്കാൻ കഴിയുന്നവൻ, ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഭഗവാനെ സേവിക്കുന്നതിൽ ഇന്ദ്രിയങ്ങളെയും കർമ്മങ്ങളെയും വ്യാപരിപ്പിക്കാൻ കഴിയുന്ന പരിപൂർണമായിട്ട് ശാന്തി അനുഭവിക്കുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്തെന്നാൽ പരമാത്മാവ് അവനിൽ സംതൃപ്തനായിത്തീരുന്നു. ഇങ്ങനെ ഭക്തൻ ചൂട്, തണുപ്പ്, മാന, അഭിമാനങ്ങൾ തുടങ്ങിയ എല്ലാത്തരം ദ്വന്ദ്ങ്ങൾക്കും അതീതനായിട്ട് ഭവിക്കുകയും ചെയ്യുന്നു.
അതിൻ്റെ ഫലമായിട്ട് അയാൾക്ക് അതീന്ദ്രിയ ആനന്ദം അനുഭൂതമാകുകയും ഐഹിക ജീവിതത്തിൻ്റെ അഥവാ ഭൗതിക ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനാകുകയും ചെയ്യും. കൃഷ്ണ അവബോധത്തിൽ എപ്പോഴും നിരതനായിരിക്കുന്ന ഭക്തൻ തൻ്റെ ജീവസന്ധാനത്തെ കുറിച്ചോ സുരക്ഷയെക്കുറിച്ചോ ഉത്കണ്ഠപ്പെടേണ്ടി വരികയില്ല എന്ന് ഭഗവത്ഗീത ഊന്നി പറയുന്നുണ്ട്. കൃഷ്ണ അവബോധത്തിൽ നിരന്തരം വ്യാപരിക്കുന്നതിനാൽ ആത്യന്തികമായിട്ട് അവൻ ഏറ്റവും സമുന്നതമായിരിക്കുന്ന ജീവിത സാഫല്യം കൈവരിക്കുകയും ചെയ്യും. ഐഹിക ജീവിതം അലട്ടലോ കൂടാതെ സമാധാനപൂർണവും ആനന്ദമയമായി ഇരിക്കുമെന്ന് മാത്രമല്ല, ഈ ദേഹം വെടിഞ്ഞ ശരീരം അവൻ സ്വഗ്രഹത്തിലേക്ക് അഥവാ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. നമ്മുടെ പരമധാമത്തിൽ എത്തുന്നവർ ഇഹലോകത്തിലേക്ക് മടങ്ങി വരികയുമില്ല. പരമധാമത്തിൽ നമ്മുടെ ഭക്തി സേവനത്തിൽ ഏർപ്പെട്ട് പരിപൂർണത പ്രാപിക്കുന്നവന് പരമോന്നതമായിട്ടുള്ള ജീവിത സാഫല്യം കൈവരികയും ചെയ്യും. കഷ്ടപ്പാട് നിറഞ്ഞ ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും തിരിച്ചു വരേണ്ടി വരികയുമില്ല എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ഭഗവാനെ, ശ്രവണം, കീർത്തനം, അവിടുത്തെ ആജ്ഞാപാലനം തുടങ്ങിയ നിർദ്ദിഷ്ട മാർഗങ്ങളിലൂടെ ഭക്തിയുത സേവനം നടത്തി സദാ കൃഷ്ണ അവബോധത്തിൽ വ്യാപൃതനാകുക എന്നത് ജീവാത്മാക്കളുടെ ആവശ്യ കർത്തവ്യമാണ്. കൃഷ്ണ അവബോധത്തിലും ഭക്തിയുത സേവനത്തിലും ഏർപ്പെടാത്തവൻ ജീവന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് നിഷ്പ്രയോജനമാണ്. ശ്വാസം നിലച്ചിട്ടില്ലെങ്കിൽ ജീവിക്കുന്നു എന്നാണല്ലോ വൈപ്പ്. എന്നാൽ കൃഷ്ണ അവബോധമില്ലാത്തവർ കൊല്ലന്റെ ആലയിലെ ഉലയ്ക്ക് സമമാണ്. വായു ഉൾക്കൊള്ളുകയും പുറന്തള്ളുകയും ചെയ്യുന്ന തോലുകൊണ്ടുണ്ടാക്കിയ ഒരു വലിയ സഞ്ചിയാണ് ഉല എന്ന് പറയുന്നത്. എല്ലും തോലും കൊണ്ട് നിർമ്മിച്ച സഞ്ചിക്കകത്ത് ജീവിക്കുന്ന മനുഷ്യന് ഉലയേക്കാൾ മെച്ചമൊന്നുമല്ല. അതേപോലെ തന്നെ ഭക്തിശൂന്യന്റെ ദീർഘായുസ് വൃക്ഷത്തിന്റെ ദീർഘായുസ് പോലെയാണ്. അത്യാർത്ഥിയോടെ വലിച്ച് വാരി തിന്നാനുള്ള അവന്റെ കഴിവ് നായ്ക്കളുടെയും പന്നികളുടെയും തീറ്റയ്ക്ക് തുല്യമാണ്. അവന്റെ ലൈംഗിക ജീവിതം ആടിന്റെയും പന്നിയുടെയും ലൈംഗിക ജീവിതത്തിൽ നിന്നും ഭിന്നവുമല്ല. അപ്പം നമ്മൾ സാധാരണ ഭക്തരാണെങ്കിൽ പോലും പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും കൊണ്ട് നടക്കുന്നവരെ യാന്ത്രികമായിട്ട് ഈ ഭൗതിക ലോകത്തിൽ ഭൗതിക ശക്തികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് വന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ അവരെ ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിച്ചാലും യഥാർത്ഥത്തിൽ കൃഷ്ണ അവബോധത്തോടെയല്ല ഈ ഭക്തിയുത സേവനങ്ങളോ ഇല്ലേ ഭക്തി മാർഗത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ആധ്യാത്മിക രംഗത്തെ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി പോകുമെന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് കൃഷ്ണ അവബോധമില്ലാതെ എന്തൊക്കെ ചെയ്തു കാട്ടിയാലും അത് മൃഗതുല്യമായ ജീവിതത്തിന് സമാനമാണെന്നാണ് പറയുന്നത്. അവർക്ക് സൽഗതി വരികയില്ല. എന്തെങ്കിലുമൊക്കെ നിത്യജീവിതത്തിൽ ഒരു വയറിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടിയിട്ട് എന്തൊക്കെ പ്രയത്നിച്ച് അത് വാരി വലിച്ച് തിന്നുക, മൃഗങ്ങളെപ്പോലെ തന്നെ ലൈംഗിക ജീവിതം നയിക്കുക, ഇതൊക്കെ സാധാരണ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഭക്തിയുള്ളവർ പോലും ആ കൃഷ്ണ അവബോധത്തോടെ അല്ല ഭക്തിയുത സേവനം അല്ലെ ഭക്തിയുടെ പേരിൽ ചെയ്യുന്ന പ്രകടനം യഥാർത്ഥത്തിൽ ആത്മബോധത്തോടെ അല്ല അഥവാ കൃഷ്ണ അവബോധത്തോടെ അല്ലെങ്കിൽ അത് ഇഹത്തിലും പരത്തിലും അത് ചെയ്യുന്നവർക്കും പ്രയോജനപ്പെടില്ല, മറ്റുള്ളവർക്കതൊരു മാർഗദർശനവും ആവില്ല എന്നർത്ഥം. അപ്പോൾ ഭക്തിയുത സേവനം എന്ന് പറയുന്നത് എന്താ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ജീവിക്കാൻ സാധ്യമല്ല. പക്ഷെ ആ ജീവിതത്തിൽ ചിന്തയും വാക്കും പ്രവർത്തികളുമൊക്കെ ഭഗവത് സമർപ്പണമാകണമെങ്കിൽ ഭഗവാനിൽ മനസ്സുറയ്ക്കണം എന്നർത്ഥം. അതാണ് യഥാർത്ഥത്തിൽ കൃഷ്ണ അവബോധത്തിൽ ആത്മബോധത്തോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറയാം. നമ്മുടെ ഭൗതിക ശക്തികൾക്കാണെങ്കിലും ആത്മീയ ശക്തികൾക്കാണെങ്കിലും ശരീരത്തിനും ജീവന്റെ ശക്തിയും അതിൻ്റെയൊക്കെ നിയന്താവ് ആ ഭഗവാൻ തന്നെയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ചിന്താവാക്ക് പ്രവർത്തികൾ യത് കരോഷി യസ്നാസി യജ്ജുഘോഷി ദദാസി, ഇതിലെല്ലാം ഭഗവാന്റെ തത്വത്തെ അല്ലെങ്കിൽ ആ ശക്തിയെ നമ്മൾ നിയന്താവായി കണ്ടുകൊണ്ട് ആ ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് വ്യവഹരിക്കണം എന്നർത്ഥം. ഭൗതിക ശക്തികളെ ആശ്രയിച്ചുകൊണ്ട് വ്യവഹരിച്ചാൽ, ജീവനെ ഉപയോഗിച്ചുകൊണ്ട് വ്യവഹരിച്ചാൽ അതൊക്കെ വ്യർത്ഥമായി തീരും.
വീണ്ടും വീണ്ടും സംസാര ബന്ധനത്തിൽ പെടാനിടവരുന്ന അർത്ഥം. അതായത് ഭൗതികമായിട്ടുള്ള ശരീരത്തെയോ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ ശക്തികളെയോ ഭൗതികമായിട്ടുള്ള നമ്മുടെ ഇഷ്ടവസ്തുക്കളെയോ ഇതിനെയൊക്കെ ആശ്രയം പ്രാപിച്ചുകൊണ്ട് താൽക്കാലിക ജീവിതം നയിച്ചാൽ അതിന് ഉപയോഗിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ പരാശക്തിയാകുന്ന ജീവനെ തന്നെയാണെങ്കിൽ പോലും അവിടെ കൃഷ്ണ അവബോധ തലത്തിൽ നിന്നുകൊണ്ടല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ ഭക്തിയുത സേവനത്തിൽ പോലും ചെയ്തു കൂട്ടുന്ന പ്രത്യക്ഷ പരോക്ഷമായിട്ടുള്ള കാര്യങ്ങൾ പോലും അത് ആത്മസാക്ഷാത്കാരത്തിന് ഉതകാതെ വരുന്നതാണ്. അപ്പോൾ കൃഷ്ണ അവബോധത്തിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചിന്തയ്ക്കും വാക്കിനും അപരാശക്തിയാകുന്ന ഈ ശരീരവും ശരീരത്തിലെ ശക്തികൾക്കും എല്ലാവിധ ചിന്ത, വാക്ക്, പ്രവൃത്തി, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നടക്കുന്നത്, ജീവിതത്തിലെ ഓരോ ചലനങ്ങളും നിയന്ത്രിക്കുന്നത് ഭഗവാനാണെന്ന് കണ്ടുകൊണ്ട് എപ്പോഴും ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണം എന്നർത്ഥം. സ്മരിക്കാൻ സാധിക്കണമെങ്കിൽ ആ ഭഗവാന്റെ കഥകളും ഭഗവാന്റെ കീർത്തനങ്ങളും ഒക്കെ പാടുമ്പോൾ, ഇല്ലെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ, സത്സംഗത്തിൽ പങ്കെടുക്കുമ്പോൾ, ഭാഗവതോ ഗീതയൊക്കെ വായിക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ആചരണത്തിൽ കൊണ്ടുവരുമ്പോഴാണ്. ആചരണത്തിൽ കൊണ്ടുവരണമെങ്കിൽ സ്മരണ നിലനിൽക്കണം. അതിനാണ് സ്മൃതി എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയന്താവായി നിൽക്കുന്നത് കൃഷ്ണൻ തന്നെയാണെന്നുള്ള അവബോധത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാകുമ്പോഴാണ് അത് ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്നതായിട്ട് വരിക. ഭൗതിക ലോകത്തേക്കുള്ള പരമപുരുഷനായ മഹാവിഷ്ണുവിൻ്റെ പ്രവേശമാണ് വിശ്വ ആവിഷ്കാരം എന്ന് പറയുന്നത്. അത് സാധ്യമാക്കി തീർത്തത് മഹാവിഷ്ണുവിൻ്റെ സർവ്വവ്യാപനമാണ്. മഹാവിഷ്ണുവിൻ്റെ കടാക്ഷം മൂലം ഭൗതിക ശക്തി മുഴുവനും പ്രക്ഷുബ്ധമാകുന്നു. അപ്പോൾ മാത്രമേ ഭൗതിക ത്രിഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനം സമാഹരിക്കപ്പെടുന്നുള്ളൂ. അതിനാൽ നാം അനുഭവിക്കാൻ ശ്രമിക്കുന്ന ഭൗതിക സൗകര്യങ്ങളെല്ലാം ലഭ്യമാക്കി തീർത്തത് ആ പരമപുരുഷന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണെന്നുള്ള അവബോധം നമുക്ക് എല്ലാ കാലത്തും എപ്പോഴും ഉണ്ടായിരിക്കണം എന്നർത്ഥം. ശരീരത്തിനുള്ളിൽ അസ്തിത്വത്തിന് 5 വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അന്നം, മയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഇതാണ് 5 കോശങ്ങൾ, പഞ്ചകോശങ്ങൾ എന്ന് പറയുന്നത്. അന്നമയ കോശമാണ് ശരീരം, മനോമയം ആണ് മനസ്സ്, പ്രാണമയമാണ് ശരീരത്തെ നിലനിർത്തുന്ന പ്രാണൻ, വിജ്ഞാനമയം അത് അനുഭവജ്ഞാനം. അനുഭവജ്ഞാനത്തിൽ നിന്നാണ് ശരിക്കും ആനന്ദമയ കോശം ഉണരുക എന്നർത്ഥം. ജീവിത ആരംഭത്തിൽ ജീവികളെല്ലാം ഭക്ഷണ പ്രധാനികളാണ്. മനുഷ്യ ശിശുവും മൃഗവും എല്ലാം ഭക്ഷണം കൊണ്ട് മാത്രമേ സംതൃപ്തരാകൂ. ധാരാളമായിട്ട് ഭക്ഷിക്കുന്നതിൽ മാത്രം താല്പര്യമുള്ള ഈ അവബോധത്തെയാണ് അന്നമയം എന്ന് വിളിക്കുന്നത്. നമ്മളെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് അന്നം ആവശ്യമാണ്. അത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ഒരേപോലെയാണ്. അതിനാണ് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് അന്നമയമായ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ അന്നപാനാദികൾ കഴിക്കുക എന്ന് പറയുന്നത്. ആ അന്നമയമായ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അത് മൃഗങ്ങളും മനുഷ്യരും ഒക്കെ അതിൽ ഇച്ഛ വയ്ക്കുന്നതും അതിനു വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്നതും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ജീവൻ ശരീരത്തിൽ നിലനിർത്തണമെങ്കിൽ ഈ ശരീരമാണ് മാധ്യമം. ആ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എല്ലാവരും അതുകൊണ്ട് സംതൃപ്തരാകുന്നു. മറ്റ് ജീവജാലങ്ങളും അതേപോലെ തന്നെയാണ്. ധാരാളമായിട്ട് ഭക്ഷിക്കുന്നതിൽ മാത്രം താല്പര്യമുള്ള ഈ അവബോധത്തെയാണ് അന്നമയം എന്ന് വിളിക്കുന്നത്. അന്നം എന്നാൽ ഭക്ഷണമാണ്. ഇതേ തുടർന്ന് ജീവൻ നിലനിർത്തുന്നതിലാണ് ശ്രദ്ധ, അഥവാ ജീവൻ രക്ഷിക്കുന്നതിലാണ് താല്പര്യം. എന്ന് വച്ചാൽ ആക്രമിക്കപ്പെടാതെയോ നശിപ്പിക്കപ്പെടാതെയോ ജീവിതം തുടരാൻ കഴിഞ്ഞാൽ സന്തോഷമായി എന്ന അവസ്ഥ. ഇതാണ് പ്രാണമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാണരക്ഷാർത്ഥ ബോധം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനുശേഷം ഒരുവൻ മനോവിധാനത്തിലെ എത്തുമ്പോൾ അവിടെ മനോമയം എന്ന് പറയും. പരിഷ്കൃത മനുഷ്യന്റെ ആദ്യത്തെ പരിഗണന സാമ്പത്തിക വികാസമാണ്. രണ്ടാമത്തേത് പ്രതിരോധം, മൂന്നാമത്തേത് സൈദ്ധാന്തിക അവബോധം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവിത മൂല്യങ്ങളെക്കുറിച്ചുള്ള ദാർശനിക വീക്ഷണം അഥവാ സമീപനം. ദാർശനിക ജീവിതത്തിൻ്റെ പരിണാമ പ്രക്രിയയിലൂടെ ഭൗതിക ജീവിതത്തിൻ്റെ വിധാനത്തിലാത്തി താൻ ശരീരമല്ലെന്നും ആത്മാവാണെന്നും മനസ്സിലാക്കിയാൽ അവൻ വിജ്ഞാനമയ ഘട്ടത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്നു. അതായത്
ജീവസംരക്ഷണമാണ് പ്രാണമയ കോശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ ആധുനിക ലോകത്ത് പരിണാമത്തിൻ്റെ പ്രക്രിയയിലൂടെ ബൗദ്ധികമായ ജീവിതത്തിൻ്റെ വിധാനത്തിലെത്തി താൻ ശരീരമല്ലെന്നും ആത്മാവാണെന്നും എന്ന് മനസ്സുകൊണ്ട് മനസ്സിലാക്കിയാൽ അവൻ അനുഭവജ്ഞാനത്തിലൂടെ വിജ്ഞാനമയ ഘട്ടത്തിൽ സ്ഥിതി ചെയ്യും. അതാണ് വിജ്ഞാനമയ കോശത്തിൻ്റെ, അതായത് ആത്മീയ ജീവിതത്തിൻ്റെ പരിണാമത്തിലൂടെ ഒരുവൻ സർവേശ്വരനെക്കുറിച്ച്, അതായത് പരമാത്മാവിനെക്കുറിച്ചുള്ള ബോധത്തിൽ എത്തിച്ചേരും. ഇതിനെയാണ് ആത്മസാക്ഷാത്കാരം അനുഭവിച്ചറിയുക എന്ന് പറയുന്നത്. അപ്പോഴാണ് വിജ്ഞാനമയ കോശം ഉണരുക. സർവേശ്വരനുമായിട്ടുള്ള ബന്ധം വളർത്തി ഭക്തിയുത സേവനം നടത്തിയാൽ ആ ഘട്ടത്തിലാണ് കൃഷ്ണ അവബോധം അഥവാ ആനന്ദമയ ഘട്ടം എന്ന് പറയുന്നത്. ഈ വിജ്ഞാനം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അനുഭവജ്ഞാനം ലഭിക്കും തന്നെ. അതായത് ഈശ്വരയുടെ സാക്ഷാത്കാരം നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും കൃഷ്ണ അവബോധം നമുക്കുണ്ടാക്കുന്ന ആ സുഖദുഃഖങ്ങൾക്കുപരിയായിട്ടുള്ള മനഃശാന്തി, ആനന്ദത്തെയാണ് ആനന്ദമയ കോശം എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈശ്വരനെ അനുഭവ തലത്തിൽ എത്തിയിട്ട് അത് അനുഭൂതിയായിട്ട് അനുഭവിക്കുമ്പോഴാണ് ശരിക്കും ആനന്ദം ഉണ്ടാകുക. അപ്പോഴാണ് ആനന്ദമയ കോശം പ്രവർത്തനമാകുക. അതിന് കൃഷ്ണ അവബോധം അഥവാ ആനന്ദമയ ഘട്ടത്തിലെത്തുന്നു. അതാണ് കൃഷ്ണനെ തന്നെ നനച്ചിരുന്നാൽ കൃഷ്ണനായി തന്നെ ഭവിക്ക വേണ്ടും എന്ന കീർത്തനത്തിൽ പാടുന്നതും എന്നർത്ഥം. ജ്ഞാനത്തിൻ്റെയും നിത്യതയുടെയും പരമാനന്ദം നിറഞ്ഞ ജീവിതമാണ് ആനന്ദമയ കോശത്തിൻ്റെ ഉണർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേദാന്തം സൂത്രത്തിൽ പറയുന്നത് പോലെ ആനന്ദമയമോ അഭ്യാസാത്, അത് നിരന്തരമുള്ള അഭ്യാസം കൊണ്ട് ആനന്ദമയ കോശത്തെ ഭക്തിയുത സേവനത്തിലൂടെ നമുക്ക് ഉണർത്താൻ സാധിച്ചാൽ അതാണ് കൃഷ്ണ അവബോധത്തിൻ്റെ പരിസമാപ്തി അഥവാ ഈശ്വര സാക്ഷാത്കാരം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.